കഴിഞ്ഞ എന്റെ 2 വ്ലോഗ് ഇവയെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം എന്നാണ് ഞാൻ ഇത്തവണ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്തിയത്. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ 5 ഹാബിറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് ഞാൻ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ് പെറ്റൽസ് ബൈ റോസി. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഹാബിറ്റ് അത് ഇതാണ്: സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് എ പോസിറ്റീവ് തോട്ട്. നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ഹോൾ ഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാരണമില്ലെങ്കിലും ആ ഡേ കുറച്ച് പ്ലസന്റ് ഡേ ആയിരിക്കും. ഈ ഒരു ചെറിയ കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി ഒന്ന് എണ്ണിട്ട് നോക്കുക. ആ ദിവസം മുഴുവൻ നമുക്ക് ഹാപ്പിനെസ് തരും എന്നുള്ളത് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതും നമ്മൾ മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് എണ്ണിക്കാനായിട്ട് നോക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മേഴ്സി ടീച്ചർ. പുള്ളിക്കാരി എപ്പോഴോ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഈ കാര്യം ആദ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ബെഡ് വിരിച്ചിടുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഹാബിറ്റ് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. എനിക്കൊരു ഡേ വളരെ വൃത്തിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് നമുക്ക് ഭയങ്കര ഡിസിപ്ലിൻ തരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് ടൈം. നമ്മളുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, ഇനി എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ യൂസ് എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നോ അത്രത്തോളം നമുക്കൊരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഇത് മാറ്റിവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും അടുത്തൊരു കൺസേൺ. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഡെയിലി ബേസിസിൽ ഒരു 10 പേജ് പുസ്തകം വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഫോർത്ത് ഹാബിറ്റ് എന്ന് പറയുന്നത് ഡെയിലി ജേർണലിംഗ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് എന്തും ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സോ ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദി ഡേ. അതായത് നമ്മളിപ്പോ കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ ഒരു ദിവസം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഇപ്പൊ നമുക്ക് 3 നേരം അല്ലെങ്കിൽ നമുക്ക് 4 നേരം ആഹാരം കഴിക്കാൻ അന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ സേഫ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഡേക്ക് ഒരു ബ്യൂട്ടിഫുൾ എൻഡ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ വ്ലോഗിൽ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കാതെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ എന്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ ഒരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.